ഇനി നമുക്ക് ചേന ഉലർത്തി തയ്യാറാക്കാൻ തുടങ്ങാം. 1/2 കിലോ ചേന കഷ്ണങ്ങളാക്കി കഴുകിയതിനു ശേഷം വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്തുവരാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളുടെ മേലെ നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ചേന കഷ്ണങ്ങൾ വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. കഷ്ണങ്ങൾ തിളച്ചു തുടങ്ങിയാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചേന കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളിലേക്ക് വേവിക്കാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ നല്ല പോലെ വെന്തുടഞ്ഞും വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ചേന ഉലർത്തിയെടുക്കാം. ഇതിനായിട്ട് മറ്റൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുകും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും മുളകും കൂടെ കല്ലിൽ വെച്ച് ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി വഴറ്റുന്ന കൊച്ചുള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനാവശ്യമായ ചതച്ച മുളക് 1 സ്പൂൺ അളവിൽ ചേർക്കാം. ചതച്ച മുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചേന കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. അപ്പോഴേക്കും ചേന കഷ്ണങ്ങളിലേക്ക് നല്ലതുപോലെ എരിവെല്ലാം പിടിച്ചു കിട്ടും. 1 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കുവാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി ഒന്ന് തുറന്നിട്ട് നമുക്ക് ഈ ചേന കഷ്ണങ്ങൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് മുളകെല്ലാം നല്ലതായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു തുള്ളി പോലും വെള്ളമില്ലാതെയും വന്നിട്ടുണ്ട്. ഇനി